പ്രിയമുള്ളവരെ, ഞാൻ നാണമുണ്ടോ സഖാക്കളെ എന്ന് ചോദിക്കുന്നത് ഈ കേരളത്തിലെ അന്തസ്സും ആത്മാഭിമാനവുമുള്ള സഖാക്കളെ അല്ല. അവരെക്കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കാറില്ല. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. അത് പോയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ കേരളം മുഴുവൻ കട്ടുമുടിച്ചും തിന്നുമുടിച്ചും സമ്പാദിച്ചു മുടിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിണറായി സഖാവിന് വേണ്ടി ഈ ഇൻക്ലാബ് വിളിക്കുന്ന നരാധമന്മാരായ നപുംസകങ്ങളായ സഖാക്കളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന്. കാരണം ഈ കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേരളത്തിൽ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ദളിത് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി മോഷണക്കുറ്റം ആരോപിച്ച് അവരെ ഒരു രാത്രി മുഴുവൻ ആ പോലീസ് സ്റ്റേഷനിലിരുത്തി അവരുടെ വസ്ത്രമഴിച്ച് പരിശോധിച്ചും അവരെ മാനം കെടുത്തിയും ഭക്ഷണം പോലും കൊടുക്കാതെയും വെള്ളം പോലും കൊടുക്കാതെ ആഭാസങ്ങൾ പറഞ്ഞ് ഒരു രാത്രി മുഴുവൻ ഉറക്കമുളപ്പിച്ചിരുത്തിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് മാല മോഷണം പോയിട്ടില്ലെന്ന് ആ പരാതിക്കാരി ആ പോലീസ് സ്റ്റേഷനെ വിളിച്ചറിയിച്ചതിന് ശേഷം അവരെ വിട്ടയച്ചിട്ടും അവർ കുറ്റം സമ്മതിച്ചതല്ല, ഇവർ പീഡിപ്പിച്ച് സമ്മതിപ്പിച്ച് കുറ്റപത്രം സമർപ്പിച്ച് അവർ കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ആ കേസിനെതിരെ അവർ മുഖ്യമന്ത്രിയെ പോയി സമീപിച്ചു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി എന്ന നരാധമൻ, അയാളെക്കുറിച്ച് വളരെ വളരെ കുപ്രസിദ്ധിയുള്ള മനുഷ്യനാണ്. നയനാരുടെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന് അഴിമതിയും തൂർത്തും സ്വജനപക്ഷവും നടത്തിക്കൂട്ടിയതിന് നയനാർ അടിച്ച് പുറത്താക്കി വിട്ട ഒരു നരാധമനാണ് ഇന്നത്തെ പിണറായി സഖാവിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം മാത്രമല്ല, പിണറായി സഖാവിൻ്റെ കൂടുള്ളവരും ഇന്ന് അദ്ദേഹത്തിൻ്റെ തണൽ ജീവിക്കുന്നവരുമായ അഴിമതിക്കാരുടെ സംരക്ഷകനായി പിണറായി വിജയനും ഇവിടെ നടത്തിക്കൂട്ടുന്ന അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ക്രൂരതയുടെയും അവസാനത്തെ ഇരയാണ് ആ ദളിത് പെൺകുട്ടിയായ ആർ ബിന്ദു എന്ന പെൺകുട്ടി. അവരുടെ 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളെ വരെ പീഡിപ്പിക്കുമെന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിച്ചതിനെതിരെ അവർ നീതിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ക്രൂരമായ ശിക്ഷ ഇതാണെങ്കിൽ, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സഖാക്കളുടെ അമ്മ പെങ്ങന്മാർക്ക് ഇത്തരം ഒരവസ്ഥയുണ്ടായാൽ നിങ്ങൾ ഈ പിണറായിക്ക് വേണ്ടി ഈ ഇൻക്ലാബ് വിളിക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ പിണറായി സഖാവിൻ്റെ ആസനം ചൊറിഞ്ഞ് ജീവിക്കുന്ന സഖാവാകുന്നതിനേക്കാളും